ഈ ഇടയ്ക്ക് ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് കാൽഷ്യം കാർബൈഡ്. യഥാർത്ഥത്തിൽ എന്താണ് കാൽഷ്യം കാർബൈഡ്? ശരിക്കും ഇത് ഡേഞ്ചറസ് ആണോ? നമുക്കൊന്ന് നോക്കിയാലോ. കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേ സോളിഡ് കെമിക്കലാണ്. ഇത് ജലവുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജലം വളരെ പെട്ടെന്ന് ഇതുമായിട്ട് എന്ത് ചെയ്യും, റിയാക്ഷൻ നടത്തും. ആ റിയാക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് പ്രോഡക്റ്റുകളാണ് കിട്ടുന്നത്. അതിലെ മേജർ പ്രോഡക്റ്റ് ആയിട്ടുള്ള അസറ്റലൈൻ എന്നൊരു ഗ്യാസും അതിന്റെ മൈനർ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് CaOH2 അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയുമാണ് നമുക്ക് കിട്ടുന്നത്. ഈ റിയാക്ഷന്റെ പ്രത്യേകത എന്താണ്? ഇത് വളരെ വേഗത്തിൽ അസറ്റലൈൻ എന്നൊരു ഗ്യാസിനെ പുറത്തുവിടുന്നു. ഈ അസറ്റലൈൻ എന്ന ഗ്യാസാണ് ഈ വെൽഡിങ്ങിനും അതുപോലെ തന്നെ ഗ്യാസ് കട്ടിങ്ങിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ അസറ്റലൈൻ എന്ന ഗ്യാസിന് ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയാണുള്ളത്. ജ്വലനശേഷി വളരെ കൂടുതലായിട്ടുള്ള ഈ അസറ്റലൈൻ ഗ്യാസും അതുപോലെ തന്നെ അതിനോട് കൂടെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന ഒരു സോളിഡ് സാൾട്ടുമാണ് ഈ ഒരു റിയാക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന രണ്ട് കോമ്പൗണ്ടുകൾ. നമ്മൾ പറഞ്ഞു അസറ്റലൈൻ ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്? അത് ഹൈലി ഫ്ലെയിമബിൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസ് ആയിട്ടുള്ള ഒരു സോളിഡ് സോൾട്ട് ആണ്. ഇത് ദേഹത്തെങ്ങാനും പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്കിന്നിന്റെ ആ ആയ ഭാഗത്ത് നമുക്കൊരു ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെ അത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ചില ഹെൽത്ത് ഇഷ്യൂസുകളും അതുകൊണ്ട് അനുഭവപ്പെട്ടേക്കാം. നമുക്കറിയാം ചില സാഹചര്യങ്ങളിൽ ആളുകൾ പഴം പഴുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ കാൽഷ്യം കാർബൈഡിനെ ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നീട് അത് ബാൻ ചെയ്യുകയാണ് ഉണ്ടായത്. എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് കോമ്പൗണ്ടുകൾ ഇതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത് കൺട്രോൾഡ് അല്ലാതെ മറ്റു ലബോറട്ടറി സേഫ്റ്റികളൊന്നും ഇല്ലാതെ തന്നെ ഈ അസറ്റലൈൻ ഗ്യാസ് അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഉണ്ടായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേ ബി ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ട്. കാരണം അത് എത്രത്തോളം എമൗണ്ട് ആണ് അതിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും എത്രത്തോളമാണ് അതിന്റെ കോൺസെൻട്രേഷൻ എന്നൊന്നും ഈ ഒരു മേഖലയിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിവ് സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അത്തരം ഉപയോഗങ്ങൾ സ്ട്രിക്റ്റ്ലി ബാൻ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു മോറൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കെമിക്കൽ കോൺസെൻട്രേഷൻ അത് ഏത് രീതിയിൽ എങ്ങനെ എടുക്കണമെന്നും അതിന്റെ പ്രോപ്പർ ലബോറട്ടറി സേഫ്റ്റി അനുസരിച്ച് അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അറിയാത്ത ആളുകൾ ഇത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അപകടം സൃഷ്ടിക്കാൻ തന്നെ അതിന് കാരണമാകും. ആരാണോ യൂസ് ചെയ്യുന്നത് ആ യൂസ് ചെയ്യുന്ന ആളുകളാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതൊരു റൈറ്റ് പ്ലേസസിലാണോ ഉള്ളത് എങ്കിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അല്ല റോങ് വേലാണ് അതിനെ യൂസ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ ഇത് ചിലപ്പോൾ അപകടങ്ങൾ വിളിച്ചു വരുത്തിയേക്കാം. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ബേസിക് നോളജിന്റെ കൂടെ ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.